ഹലോ ഗെയ്സ്, ഇന്ന് രാവിലെ തന്നെ നമ്മളെല്ലാരും കൂടി എങ്ങോട്ടാ യാത്ര എന്നല്ലേ? നമ്മുടെ തൃക്കാവ് സ്കൂളിന്റെ NSSന്റെ കുട്ടികളെ ഇന്ന് പൊന്നാനി ബീച്ച് ക്ലീൻ ചെയ്യാൻ വന്നിക്കുകയാണ്. അപ്പോൾ അവരെ കൂടെ ഞങ്ങളും വന്നിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയർമാൻ വന്നു കഴിഞ്ഞാൽ ഉദ്ഘാടനം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിലേക്ക് തുടങ്ങും. അപ്പൊ ഞങ്ങൾ PTA-ക്കാരുണ്ട്, അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും കൂടിയിട്ടാണ് വന്നിക്കുന്നത്. അപ്പൊ ചെയർമാൻ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് NSSന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. അത് തുടങ്ങിയിട്ട് ബാക്കി നമുക്ക് കാണാം. അങ്ങനെ പ്രാർത്ഥന ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് മാസ്കും ഗ്ലൗസൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുട്ടികൾ അതൊക്കെ ഇട്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് റെഡി ആയി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ, പിന്നെ എല്ലാ വേസ്റ്റ് എന്തിലൊക്കെ നിറക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ കുട്ടികൾ ക്ലീനിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പായിട്ടാണ് ക്ലീനിങ്ങിന് ഇറങ്ങിയത്. ഓരോ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ക്ലീനിങ് ചെയ്ത് വരികയാണ്. അങ്ങനെ ഓരോ ഏരിയകളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വന്നിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കച്ചറകളും എടുക്കുന്നുണ്ട്. പിന്നെ അവരെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് അധ്യാപകരും PTA-ക്കാരും എല്ലാത്തിനും അവരെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. എന്ത് കാര്യത്തിൽ സഹായത്തിന് വേണ്ടിയിട്ടും അവർ കൂടെ തന്നെ ഉണ്ട്, കട്ട സപ്പോർട്ടായിട്ട്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ കച്ചറായിട്ട് കിടക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും ഭാഗങ്ങൾ അവർ വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഒരു 7:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഒരു 9:45 ആയി തുടങ്ങി. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ടാ. അപ്പോഴേക്കാണ് ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ കുട്ടികൾ വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ബീച്ച് കാണാൻ വരുമ്പോൾ നമ്മൾ തന്നെയാണ് ഇവിടെ കച്ചറിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും നാറിക്കിടുന്നത് നമ്മുടെ സ്ഥലങ്ങൾ. അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ കയ്യിൽ നമ്മൾ ബീച്ച് എവിടെ ആയാലും കാണാൻ പോകുമ്പോൾ ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികേട് നമ്മളെ നാട്ടിലുണ്ടാവില്ല. ഇതൊക്കെ വന്നിട്ട് നമ്മളെ മക്കളാണ് ഇപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും നമുക്ക് തോന്നണം. അപ്പോൾ ഈ ക്ലീനിങ് ഏകദേശം അവസാനിച്ച് ഇനി നമ്മളെ കുട്ടികളുടെ ചാക്കുകളൊക്കെ ഇതവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വണ്ടി വന്നിട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും. പിന്നെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ചെയർമാൻ നമ്മളെ കൂടെ തന്നെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു, കട്ട സപ്പോർട്ടായിട്ട്. അപ്പോൾ ചെയർമാൻ ഞാൻ കൈയോടെ തന്നെ വിളിച്ചിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ ആ ബെല്ലൈക്കണൊന്ന് അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ ചെയർമാൻ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ NSSന്റെ ഒരു കയ്യടിയോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം.